ഹായ്, അസ്സലാമു അലൈക്കും. ഐ എം നെഹ്ല. വെൽക്കം ബാക്ക് ടു നെഹ്ലാസ് കിച്ചൺ. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹോം മെയ്ഡ് KFC ആണ്. നമ്മളെപ്പോഴും പുറത്തുനിന്നാണ് KFC ഒക്കെ വാങ്ങൽ. ഇപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് KFC എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ KFCക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. അതിലേക്ക് വേണ്ടത് 4 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് കോൺഫ്ലെക്സ് ആണ്, ബ്രെഡ് ക്രംസ്, ഓട്സ്, കോൺഫ്ലവർ വേണം, പിന്നെ ഓൾ പർപ്പസ് ഫ്ലോർ. ഞാൻ ഒരു ഹാഫ് സ്ലൈസ് ലെമൺ എടുത്തിട്ടുണ്ട്. പിന്നെ കേർഡ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ വേണ്ടത് മിൽക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ഗാർലിക് പൗഡറാണ്, പെപ്പർ, സോൾട്ട്, പപ്രിക്ക പൗഡർ, ടർമറിക് പൗഡർ, 2 എഗ്ഗ്. പിന്നെ വേണ്ടത് നമുക്ക് ഓയിൽ. ഇത് നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഫസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം ചിക്കന്. അതിലേക്ക് വേണ്ടത് നമുക്ക് ഫസ്റ്റ് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ശേഷം നമുക്ക് കുറച്ച് സോൾട്ട് ഇട്ടെടുക്കാം, ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് പപ്രിക്ക പൗഡർ, പെപ്പർ പൗഡർ, ഗാർലിക് പൗഡർ. എല്ലാ പൗഡേഴ്സും ഒരു 1/4 ടീസ്പൂൺ ഇട്ടെടുത്താൽ മതി. പിന്നെ വേണ്ടത് നമുക്ക് 2 വലിയ ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യാം. ലെമൺ ജ്യൂസ്. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ വരയണത് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒരു അരമണിക്കൂർ ഫ്രീസറിലോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നമ്മൾ മൈദ ഇട്ടെടുക്കുക, ഓൾ പർപ്പസ് ഫ്ലോർ. പിന്നെ വേണ്ടത് നമുക്ക് കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂൺ, ഒരു 2 ടേബിൾ സ്പൂൺ ഓട്സ്. പിന്നെ വേണ്ടത് നമുക്ക് ബ്രെഡ് ക്രംസ് ആണ്. നമുക്ക് ബ്രെഡ് ക്രംസ് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ട് അതും യൂസ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ അങ്ങനെ യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് കോൺഫ്ലെക്സ് ആണ്. അതൊരു 2 പിടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കണം, ഒരു 1/4 ടീസ്പൂൺ. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ നമ്മുടെ ഗാർലിക് പൗഡറും 1/4 ടീസ്പൂൺ പപ്രിക്ക പൗഡറും ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാം. നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാം. ഞാനിവിടെ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഫോർക്ക് യൂസ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുക, പിന്നെ പപ്രിക്ക പൗഡർ, പെപ്പർ പൗഡർ, ഗാർലിക് പൗഡർ. നന്നായിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ നമുക്ക് പാൽ ആഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പാൽ ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തേർഡ് സ്റ്റെപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ചിക്കനാണ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ചിക്കൻ എടുത്ത് ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഇതിൽ കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എഗ്ഗിൽ ഡിപ്പ് ചെയ്യാം. ശേഷം വീണ്ടും ഇതിൽ തന്നെ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. കോട്ടിങ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പീസും നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് സെയിം പ്രോസസ്സ് തന്നെ. ശേഷം
ഇതുപോലെ എല്ലാ പീസും ചെയ്തെടുക്കാം. ഇത് നമ്മൾ കുണ്ടുള്ള പാത്രത്തിൽ വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാൻ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നപ്പോൾ ഞാൻ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത സൈഡും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് KFC ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കമൻറ്റ്സും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടെയുള്ള ഒരു ബെൽ ഐക്കൺ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.